പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഫിലിം ആക്ടേഴ്സും ഫിലിം പ്രൊഡ്യൂസറും തമ്മിലുള്ള ഇഷ്യൂ നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് പുതിയൊരു ഇഷ്യൂ കൂടെ വന്നിട്ടുണ്ട്. നടി അനശ്വര രാജനെതിരെയാണ് ആ ഒരു ആരോപണം വന്നിരിക്കുന്നത്. സംവിധായകൻ ദീപു കരുണാകരനാണ് അനശ്വരക്കെതിരെ വന്നിരിക്കുന്നത്. നടി അഹാനയ്ക്കെതിരെയും ഒരു പ്രൊഡ്യൂസർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊന്നും പ്രൊമോഷനിൽ സഹകരിക്കുന്നില്ലെന്നാണ് ആരോപണം. ആദ്യം നമുക്ക് അനശ്വരയുടെ കേസിലേക്ക് വരാം. ഇദ്ദേഹമാണ് ദീപു കരുണാകരൻ. പുള്ളി ചെയ്ത സിനിമ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. പുള്ളിയുടെ മൂവി ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഫയർമാൻ, വിന്റർ, ക്രൈസി ഗോപാലൻ, തേജാബായ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത പടങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ അനശ്വരയെ വെച്ചിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറയുന്ന ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു. സിനിമ ഇതുവരെ റിലീസ് ആയിട്ടില്ല. ഇന്ദ്രജിത്തും അനശ്വരയുമാണ് ഇതിനകത്ത് ലീഡ് റോള് ചെയ്യുന്നത്. ഇന്ദ്രജിത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് അനശ്വരയുടേതാണ്. ശരിക്കും പറഞ്ഞാൽ ഫീമെയിൽ ലീഡ് വരുന്ന ഒരു റോള് ഈ സിനിമയിലൊക്കെ ഭയങ്കരമായിട്ടും പാടാണ് കിട്ടാനായിട്ട്. പക്ഷെ അങ്ങനെ ഒരു സിനിമ അനശ്വരയ്ക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ട് അനശ്വര ഈ ഒരു പ്രൊമോഷന് വേണ്ടി, ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സഹായിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് പുള്ളിക്കാരൻ വന്ന് ചോദിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ പുള്ളിക്കാരൻ അനശ്വരയെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് കേട്ടു. അതുപോലെ തന്നെ ആ ഒരു വീഡിയോക്ക് മറുപടിയുമായിട്ട് അനശ്വരയും വന്നിട്ടുണ്ട്. അതെല്ലാം എന്തായാലും കേൾക്കാം. ആദ്യം ഈ ഒരു വീഡിയോ കാണാം. പുള്ളിക്കാരി അതായത് അനശ്വര രാജൻ പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തതെന്ന് പറയുന്നത് ഒരു വലിയ പാതകമാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതായിരുന്നു നമ്മുടെ മേജർ ഒരു റവന്യൂ എന്ന് പറയുന്നത്, നമുക്ക് റീച്ച് കിട്ടാനുള്ള സാധ്യത ആ സമയത്ത് പുള്ളി മുഖ്യം കാണിച്ചു എന്ന് പറഞ്ഞതാണ് നമ്മൾ റേസ് ചെയ്തൊരു കൺസേൺ. ഇന്ദ്രജിത്ത് സംസാരിച്ചായിരുന്നു എൻ്റെ അറിവിൽ. ആ പ്രൊമോഷൻ സമയത്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷെ അതിനൊന്നും ഒരു റെസ്പോണ്ട് പുള്ളിക്കാരി നോക്കാമെന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഒരു ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ്? ഇൻസ്റ്റയിൽ ഒരു 3 പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് കാർ എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ പടം അനശ്വരയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. നടൻ ഇന്ദ്രജിത്ത് ഈ സിനിമയുടെ ഒരു ഭാഗമാണ്. പക്ഷെ പുള്ളിക്കാരൻ വരെ വിളിച്ചു പറഞ്ഞിട്ട് പോലും അത് കേട്ടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ ഇതാണ് അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അപ്പൊ ഇതിനകത്ത് ഏകദേശം 1 മില്യൺ മേലില് ഫോളോവേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടാൽ നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ മറുപടി ആയിട്ട് അനശ്വര ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ഈ കുറിപ്പിന്റെ ഏറ്റവും അവസാനം പുള്ളിക്കാരി ഈ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 23, 2024 അപ്പൊ ഈ ഒരു അനശ്വര ഈ ഒരു സിനിമയുടെ ഈ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്രീൻഷോട്ടാണ് പുള്ളിക്കാരി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജൂലൈ 24, 2024 ഇന്ദ്രജിത്തിനെ ടാഗ് ചെയ്ത് പുള്ളിക്കാരി ഇട്ട ഒരു പോസ്റ്റാണ് ഇത്. സ്റ്റോറിയാണ് പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ 2 ആരോപണങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് ഒരു തെളിവുമായിട്ടാണ് അനശ്വര ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ ദീപു എന്ന് പറയുന്ന സംവിധായകൻ എന്തിന്റെ ബേസിലാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ അനശ്വര രാജൻ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് ആണെന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും അക്കൗണ്ട് ആയിരിക്കും പുള്ളിക്കാരൻ കണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്ന ഇൻസ്റ്റാഗ്രാം ത്രൂ ഈ ഒരു പ്രൊമോഷൻ നടത്തിയില്ല, അനശ്വര രാജൻ ഈ ഒരു പ്രൊമോഷൻ നടത്തിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരി നേരെ കൃത്യമായിട്ട് പ്രൂഫ് അടക്കം പുള്ളിക്കാരിയും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ദീപു കരുണാകരന് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഫാക്ട് ഇതിലെ മെയിൻ കാസ്റ്റ് ഇത് ഒരു ഹീറോയിൻ ഡ്രിവൺ മൂവിയാണ്, മനസ്സിലായില്ലേ? അവർ മാത്രമാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാ അവർ വരാത്തൊരു പ്രൊമോഷൻ ചെയ്തിട്ട് എന്ത് കാര്യം? എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞതൊരു ഇനിയിപ്പം നമ്മൾ വെയിറ്റ് ചെയ്തൊരു OTT റിലീസ് എന്നുള്ള രീതിയിൽ പോവാണോ എന്നുള്ള. കാരണം പ്രൈമറി ആയിട്ട് ആർട്ടിസ്റ്റുകളുടെ ഒരു താല്പര്യം കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ സിനിമയ്ക്ക് ഒരു വാല്യൂ ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അനശ്വര ചെന്നില്ലെന്നാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ഒരു സിനിമ റിലീസ് ആവുന്ന സമയത്ത് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരെല്ലാരും ഓൺലൈൻ മീഡിയയിൽ ഒക്കെ ഇങ്ങനെ വന്നിട്ട് പ്രൊമോഷൻ നടത്തും. ആ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഇന്റർവ്യൂ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട് അനശ്വര ചെന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. നമ്മൾ ഈ സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇത്ര ദിവസം മാറ്റി വെക്കണമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിലുപരി ഈ ഒരു സിനിമ വിജയിക്കേണ്ടതെന്നുള്ളത് ആ സിനിമയിൽ അഭിനയിച്ച നടിയുടെയും നടന്റെയും ഒരു വലിയ ഉത്തരവാദിത്വം തന്നെ. അവർ ഈ ഇൻഡസ്ട്രിയിൽ നാളെയും നിലനിന്ന് പോകണമെന്നുള്ളത് അവരുടെയും കൂടെ ആവശ്യമാണ്. അപ്പോ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിനിമയുടെ അഭിനയിക്കുന്ന നടനാണെങ്കിലും നടിയാണെങ്കിലും ആ ഒരു ഇതിന് പോയില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു കാര്യവും അനശ്വര കൃത്യമായിട്ട് പ്രൂഫ് വെച്ച് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരേ ഒരു ചാനലിലാണ്
പ്രൊമോഷൻ വർക്കിന് പോയിട്ടുള്ളത്. അതും പുള്ളിക്കാരി മാത്രമാണ് പോയിട്ടുള്ളത്. ഇത് നിങ്ങൾ തന്നെ നോക്കും, മാതൃഭൂമിയിൽ പുള്ളിക്കാരി കൊടുത്ത ആ ഒരു ഇന്റർവ്യൂയുടെ ഒരു പ്രൂഫാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് August 20, 2024. അതിന്റെ സ്ക്രീൻഷോട്ടും പുള്ളിക്കാരി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന ക്യാപ്ഷൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഏറ്റവും വലിയ അവാർഡ് ജനങ്ങൾ തരുന്ന. അപ്പോ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കിന് പോകുന്നില്ല എന്ന്, അനശ്വര രാജൻ പോകുന്നില്ല എന്ന് പറയുന്നത് അതിനുള്ള പ്രൂഫായിട്ട് എന്തായാലും പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്. അവിടെ എന്തായാലും പുള്ളിക്കാരന്റെ നെറുകന്തലയ്ക്ക് തന്നെ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളും കേട്ടു നോക്കാം. അസോസിയേഷൻ വഴിയുള്ള നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതാണെങ്കിൽ അസോസിയേഷൻ വഴി നമുക്ക് മൂവ് ചെയ്യണം. അതിനുള്ള കോമ്പൻസേഷൻ അവർ തിരിച്ചു തരണം. ഈ റെമ്യൂണറേഷൻ തന്നിട്ട് ഇത്രയും ചീപ്പ് ആ കോമ്പൻസേഷൻ നമുക്ക് ഉണ്ടായ നഷ്ടത്തിന് ഒരു വിഹിതം തരാൻ അവർ തയ്യാറാവണം. മനസ്സിലായില്ലേ? അല്ലാതെ ജസ്റ്റ് പ്രൊമോഷൻ വരുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് കാരണമല്ലാതെ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കൃത്യമായി എണ്ണി പറഞ്ഞ് എന്തെങ്കിലും മെസ്സേജുകളെല്ലാം തന്നെയുണ്ട്. ചോദിച്ചു വാങ്ങിച്ചിട്ട് ഷൂട്ടിങ്ങിന് പലപ്പോഴും വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ വിശ്വാസത്തിനോട്. അപ്പൊ പറഞ്ഞില്ലേ, പൈസ കൃത്യമായിട്ട് എണ്ണി പറഞ്ഞ് ചോദിച്ച് മേടിച്ചിട്ടാണ് ഷൂട്ടിങ്ങിന് വന്നത്. അപ്പൊ പുള്ളിക്കാരൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരു ആക്ടർ അവരുടെ ചെയ്ത ജോലിയുടെ പൈസയാണ് വാങ്ങിക്കുന്നത്. അതെന്തായാലും കൃത്യമായിട്ട് വാങ്ങിക്കേണ്ട കാര്യമാണ്. അത് കൊടുക്കേണ്ട ബാധ്യതയും ഇവർക്കുണ്ട്. ജോലി എടുത്ത പൈസ വാങ്ങിക്കണം, അതല്ലേ അതിന്റെ ശരി. ബാക്കി കൊടുക്കണം. അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഞാൻ പറഞ്ഞ പൊതുവേ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയല്ല ആർട്ടിസ്റ്റുകൾ പല കോവിഡിന് ശേഷമുള്ള കാലത്താണ് ഞാൻ ഈ പറയുന്നത്. അവരെ വിചാരം ഇത് OTT ഒക്കെ ഭയങ്കരമായിട്ട് കച്ചവടം, ഇത്ര രൂപയുണ്ട്, അത്ര രൂപ എന്തിനും. ഇനി അടുത്ത കാരണങ്ങൾ ഞാൻ പറയാം. ക്യാരവാനിൽ പൈസ തന്നിട്ട് ക്യാരവാനിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ഷൂട്ട് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അവസാനം ഞാൻ അസോസിയേഷനെ അന്ന് രാവിലെ ഇൻവോൾവ് ചെയ്യിച്ച് എങ്ങനെയെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതായത് മുഴുവൻ പൈസ പോലും ഇല്ല, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്ന ഹോട്ടലിൽ ഇന്ന റൂം എനിക്ക് വേണമെന്ന് വാശി പിടിച്ച താരങ്ങളുണ്ട്. അപ്പം ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ മാലയായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇതിനൊരു എൻഡ് കാണത്തില്ല. അങ്ങനെ അപ്പൊ എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞ് ഇനി അനശ്വര രാജ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതെന്തായാലും നമുക്കൊന്ന് കാണാം. അപ്പൊ ആ ഒരു ഇതിനകത്ത് പറഞ്ഞത് പിന്നെ തികച്ചും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നതിനാലാണ് ഈ കുറിപ്പ് എഴുതേണ്ടി വരുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സംവിധായകൻ ശ്രീ ദീപു കരുണാകരൻ പല മാധ്യമങ്ങളിലും ഞാൻ പ്രൊമോഷന് സഹകരിക്കില്ല എന്ന് ഇന്റർവ്യൂകൾ നൽകി എന്നെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഞാൻ അഭിനയിച്ച ഈ ഒരു സിനിമ 2024 ഓഗസ്റ്റിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്താണ്. ആദ്യം തന്നെ കൃത്യമായി കാശ് എണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് അങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് പറയുവാണ്. സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പേയ്മെന്റ് ഇഷ്യൂ വന്നപ്പോൾ പ്രൊഡ്യൂസർ പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് ഇടാതെ റൂമിൽ നിന്നും ഇറങ്ങണ്ട എന്ന് ശ്രീ ദീപു പറഞ്ഞപ്പോഴും ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിലും ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞു മുൻകൈ എടുത്ത് ഇറങ്ങിയ എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യും വിധം ശ്രീ ദീപുവിന്റെ കാശ് എണ്ണിക്കൊടുത്തിട്ടാണെന്ന അത്രയും മോശമായ പരാമർശം അദ്ദേഹത്തെ പോലെ പല സിനിമ തൊഴിലാക്കിയ എന്നെ പ്രൊഫഷണലി എന്നതിൽ പരം ഇമോഷണലി ഏറെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു കുറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എത്ര പോസ്റ്റ്? 1, 2, 3, 4, 5 അഞ്ചെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറെ എഴുതിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഒന്ന് നോക്കിയാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു ഇന്റർവ്യൂവിന് പുള്ളിക്കാരി മാത്രം വന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ദ്രജിത്തിനും വരാമായിരുന്നു, പക്ഷെ ഇന്ദ്രജിത്ത് പോലും വന്നില്ല. ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അനശ്വര രാജൻ മാത്രമേ വന്നുള്ളൂ. ആ ഒരു ക്ലിപ്പ് നമ്മൾ കണ്ടതാണ്. ക്ലിപ്പല്ല, സ്ക്രീൻഷോട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആരോപണം അവരുടെ മേലില് ഇതാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. കാര്യം എന്താ വെച്ചാൽ ആ സിനിമയിൽ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്തിനെ പോലും ഒരു ഇന്റർവ്യൂലും കാര്യങ്ങളിലും ഒന്നും കണ്ടില്ല. എന്നിട്ട് എന്തുകൊണ്ട് ഈ അനശ്വരയെ മാത്രം ഇതിനകത്ത് എടുത്ത് വലിച്ചഴക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി അതിനകത്ത് ആ പോസ്റ്റിൽ വളരെ ഇമോഷണലി എഴുതിയിരിക്കുന്നത്. അത് ഇവരുടെ കരിയറിനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പുള്ളിക്കാരി വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. ഇനിയും പരാമർശങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ശക്തമായി തന്നെ അതിനെ നേരിടുമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പിന്നെ ഈ പോസ്റ്റിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടി പുള്ളിക്കാരി പറയുന്നുണ്ട്. അത് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അതും കൂടെ അത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ മറ്റുള്ള കമ്മിറ്റ്മെന്റ്സ് ഇരിക്കെ മുൻകൂട്ടി അറിയിച്ചാൽ ഇപ്പോഴും ആ സിനിമയുടെ പ്രൊമോഷന് എത്താൻ ഞാൻ തയ്യാറാണ്. ഈ വർഷം ഇറങ്ങിയ എന്റെ 3 സിനിമകളുടെ പ്രൊമോഷനുകളുടെ ഭാഗമായി കഴിഞ്ഞ 3 മാസങ്ങളായി മറ്റു കമ്മിറ്റ്മെന്റുകൾ മാറ്റിവെച്ച പ്രൊമോഷന് പങ്കെടുത്തിരുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഭാഗമാകുന്ന സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രൊമോഷന് പങ്കെടുക്കുന്നത്. ആ സിനിമയുമായുള്ള എന്റെ കരാറിലുപരി അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് ഞാൻ. നന്ദി. ഇതാണ് ആ ഒരു പോസ്റ്റ്. ഇതോടൊപ്പം മറ്റേ 2 സ്ക്രീൻഷോട്ടും കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഭാഗം അവർ വളരെ വ്യക്തമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ വിളിച്ചാലും അവർ പ്രൊമോഷന് വരാമെന്നാണ് അതിനകത്ത് കൊടുത്തത്. സംവിധായകനും പ്രൊഡ്യൂസറും ഇപ്പോഴും ഇതിനകത്ത് തിയേറ്ററിൽ തന്നെ ഇത് റിലീസ് ചെയ്യണോ അതോ OTT റിലീസ് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനം പോലും എടുത്തിട്ടില്ല. അന്നേരം തന്നെ ഇതുപോലൊരു
ഡ്രാമ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പോലും ഞാൻ കേട്ടില്ല, ഇപ്പോഴാണ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവര് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എപ്പോ വേണമെങ്കിലും പ്രൊമോഷന് വരാവുന്ന. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരാളെ ഇങ്ങനത്തെ രീതിയിൽ ആരോപണം ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിനൊക്കെ അവര് വളരെ കൃത്യമായി പ്രൂഫ് അടക്കം അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കയ്യിൽ നിന്ന് പോയി മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് ഭേദം. അപ്പൊ അടുത്ത ആരോപണത്തിലേക്ക് വരാം. അടുത്ത ആരോപണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നടി അഹാന കൃഷ്ണ. ഈ സെയിം മാറ്റർ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പ്രൊമോഷന് അഹാന പങ്കെടുക്കുന്നില്ല. ഝാൻസി റാണി എന്നാണ് ഈ സിനിമയുടെ പേര്. 2020 എന്തോ ആണ് ഇതിന്റെ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ 2025 ഈ സിനിമ റിലീസ് ആവുന്നതെന്ന് പറയുന്നത്. എന്തായാലും ആ പ്രൊഡ്യൂസർ അഹാനയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പം അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് വരണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, PRO വിളിച്ചിരുന്നു, നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ്. ഇപ്പം ഈ അടുത്ത് ഞാൻ അഹാനയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 1 year ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ. അപ്പൊ ഇത് ഒരു ഫീമെയിൽ ഓറിയന്റ് സിനിമയാണ്. ഝാൻസി റാണി എന്നാണ് സിനിമയുടെ പേര്. ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അഹാന തന്നെ ആയിരിക്കും. അപ്പൊ അവര് പ്രൊമോഷന് വരുന്നില്ല. അതിന്റെ കുറച്ച് പ്രതിസന്ധികളെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയാണ് പ്രൊഡ്യൂസർ. അപ്പൊ ഹസ്ബൻഡ് തുടങ്ങി വെച്ച സിനിമ എന്തോ ആണിത്. ഇടയ്ക്ക് വെച്ച് ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പൊ പുള്ളിക്കാരന്റെ ഒരു ഡ്രീം ആയിരുന്നു ഈ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഇവര് ആ സിനിമയുടെ പ്രൊഡക്ഷൻ വർക്കൊക്കെ ഏറ്റെടുത്തത്. ഈ ഒരു സിനിമ അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് ഒരു റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോഴാണ് ഈ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അഹാന പങ്കെടുക്കുന്നില്ല എന്നുള്ള ആരോപണം വന്നത്. ബാക്കിയോടെ കേൾക്കാം. ഇപ്പം അഹാനയെ മാം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? പ്രൊമോഷൻസിന് വരണം, പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, PRO വിളിച്ചിരുന്നു, നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്തതാണ്. ഇപ്പം ഈ അടുത്ത് ഞാൻ അഹാനയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനൊരു 1 year ബാക്ക് നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മുമ്പായിട്ടും അതിന് ശേഷവും കറക്റ്റായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കേണ്ടവരായിരിക്കും. ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കേട്ടില്ലേ, ഈ അടുത്ത് അഹാനയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ പ്രൊമോഷൻ വർക്ക് നടക്കുന്നത് ഇപ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോഴല്ലേ കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഇപ്പം അവര് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞ അതിനകത്തൊരു ന്യായമുണ്ട്. ഇവര് പറയുന്നത് തന്നെ കേട്ട ഇങ്ങനെ തപ്പിത്തടഞ്ഞൊക്കെയാ പറയുന്നത്. 1 year മുമ്പെങ്ങാണ്ടാണ് ഇവര് കോണ്ടാക്ട് ചെയ്തത്. ഇപ്പൊ അവര് കോണ്ടാക്ട് ചെയ്തതിനെ പറ്റി പറയുന്നില്ല. അപ്പൊ ദീപു കരുണാകരൻ അൻഷറയെ കുറിച്ച് പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ് ഈ അഹാനയെ കുറിച്ച് ഈ പുള്ളിക്കാരി പറയുന്നത്. ബാക്കി കൂടെ ബട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്തതായിരുന്നു നമ്മൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരത്തി ജോയിൻ ചെയ്തിട്ടില്ല. കാരണം ഇന്നത്തെ മലയാള സിനിമയിൽ ഇപ്പോൾ പ്രമുഖ നടിയായിട്ടുള്ള ഈവൻ അനശ്വര രാജൻ അടക്കം ഇതുപോലെ ഒരു സംവിധായകന്റെ സിനിമയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ നാൻസി റാണി എന്നുള്ള സിനിമയിലെ ടൈറ്റിൽ റോളുള്ള അഹാനയും ഇതുപോലെ വിട്ടു നിൽക്കുന്നത്. എഗ്രിമെന്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായി പങ്കെടുക്കണം എന്നില്ലേ? അതോ എന്തെങ്കിലും ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് എല്ലാം നമ്മുടെ തീർന്നതായിരുന്നു. എഗ്രിമെന്റിലെ സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ അവരുടെ പേഴ്സണൽ ഇത് നമുക്ക് ഇപ്പോൾ അജുചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉന്തിക്കയറ്റി വലിച്ചു വെച്ച് അത് മുഴച്ച് നിൽക്കണേക്കാളും നല്ലത് ബെറ്റർ എങ്ങനെയോ അങ്ങനെ തന്നെ പോട്ടെ. ഇല്ലാത്ത നഷ്ടം വരുവാണെങ്കിൽ നമ്മളത് സഹിക്കാം. കാരണം നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ റിക്വസ്റ്റ് ചെയ്തു. ഇതിന് കൂടുതൽ എങ്ങനെ റിക്വസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജി ചെയ്യണമെങ്കിൽ അതുവരെയും ചെയ്തിട്ടുള്ളതാണ്. സോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഇഷ്യൂ ആണ്. ഈ ഒരു ക്രൂവും അഹാനയും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് അറിയത്തില്ല. അഹാന ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് വന്നിട്ടുമില്ല. ഈ സംവിധായകൻ ദീപുവിന്റെയും അനശ്വരയുടെയും ആ ഒരു ഇഷ്യൂ എടുത്ത് നോക്കിയാൽ തന്നെ അനശ്വര ആ ഒരു പോസ്റ്റുമായിട്ട് വരുന്നതിന് മുന്നേ എല്ലാവരും അനശ്വരയെ തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പുള്ളിക്കാരി ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് പുള്ളിക്കാരിയുടെ ഭാഗത്താണ് ന്യായമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. ഇവിടെ ഈ അഹാനയുടെ കേസിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. 2 ഭാഗം കേട്ടാലേ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോ അഹാനയ്ക്കും കാണും ഇതുപോലെ ബാക്കിൽ എന്തെങ്കിലും സ്റ്റോറി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിനിമയാണ്. പൊട്ടാൻ പടക്കത്തിനേക്കാളും ഏറ്റവും വലിയ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു 100 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ 5 or 6 എണ്ണം വിജയിച്ചാലായി. 90% സിനിമ എന്ന് പറയുന്നത് പൊട്ടാനാണ് ചാൻസ്. ഈ സിനിമ എന്ന് പറയുമ്പം ആക്ടേഴ്സിനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും സിനിമ നിലനിന്ന് പോകണമെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് അത് ഭയങ്കരമാണ്. അത് നിങ്ങൾ തമ്മിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ആ ഒരു ലൈഫിനെ തന്നെ ബാധിക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ റിലീസ് ആവുമ്പോൾ അതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന ക്രൂ മെമ്പേഴ്സ് എല്ലാവരും അടക്കം നിങ്ങൾക്ക് തന്നെയാണ് ആ സിനിമ വിജയിച്ചില്ലെങ്കിൽ കുഴപ്പം പറ്റുന്നത്. കാര്യം ഈ നടീനടന്മാർക്കാണെങ്കിൽ ഇനിയൊരു ചാൻസ് കിട്ടണമെങ്കിൽ ഈ സിനിമ വിജയിക്കണം. എന്നാലല്ലേ ഇനി ആൾക്കാർ പിന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുത്തുള്ളൂ, നിങ്ങളുടെ അഭിനയം ഇഷ്ടപ്പെടുത്തുള്ളൂ, ആ ഒരു സിനിമ ഇഷ്ടപ്പെടുത്തുള്ളൂ. ഇല്ലെങ്കിൽ അടപടലം മൂഞ്ചും.
അപ്പൊ പ്രൊഡ്യൂസർ സന്തോഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ ടൊവിനോ തോമസിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പുള്ളിക്കാരന്റെ കുറച്ച് പടങ്ങൾ പൊട്ടിപ്പോയി, എന്നിട്ട് ടൊവിനോ തോമസ് അതിന്റെ പൈസ വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ടൊവിനോയ്ക്ക് എനിക്ക് 30 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. നീലവെളിച്ചത്തിൽ ഞാൻ പ്രൊഡ്യൂസറല്ല, ഞാനിവിടെ തുടങ്ങിയ പടമാണ്. പൈസ ടൊവിനോയ്ക്ക് കൊടുക്കാനുണ്ട്, 40-40 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് നടികർ തിലകത്തിൽ നിന്ന് ടൊവിനോയ്ക്ക് 2 വലിയ കിട്ടാനുള്ള പൈസയുടെ പകുതിക്ക് മുകളിൽ കിട്ടാനുണ്ട്. ഐഡന്റിറ്റിയിലായി കിട്ടാനുണ്ട്. പുള്ളി അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ടൊവിനോയുടെ കാര്യത്തിൽ പലതും എനിക്ക് അറിയാൻ കാരണം അദ്ദേഹമായിട്ടുള്ള എനിക്കുള്ള സ്നേഹബന്ധവും ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന അനിയനെ പോലുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ അറിയുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇവരെല്ലാം വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ എങ്ങനെ അവരോട് ഡീൽ ചെയ്യുന്ന അപ്പൊ അത് കണ്ടില്ലേ, അങ്ങനെയാണ്. കാരണം ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സിനിമ ലീഡ് ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ്. കണ്ടില്ലേ, ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. കാര്യം ഒരാളാണ് ഈ പ്രൊഡ്യൂസർ കാശ് എല്ലാം മുടക്കിയിട്ട് ആ സിനിമ വിജയിച്ചില്ല, ഓടിയില്ല എങ്കിൽ അതിന് എല്ലാത്തിനും കാരണം എല്ലാ പൈസയും എല്ലാം പോയി പൊട്ടി ആകെ നാറാണക്കല്ലെടുത്തേക്കുന്ന പ്രൊഡ്യൂസർ ആയത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ ഈ ആക്ടേഴ്സും നല്ല കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്തത്. നമ്മുടെ ടൊവിനോ തോമസ് വിട്ടുവീഴ്ച ചെയ്യുന്നിടത്താണ് അവരവിടെ വിജയിക്കുന്നതെന്ന് എനിക്ക് പറയാം. അപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2024 എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല മലയാള സിനിമകൾ കിട്ടിയ ഒരു ഇയർ തന്നെയാണ് ഈ 2024 എന്ന് പറയുന്നത്. അതുപോലെ പടക്കം പോലെ പൊട്ടിയിട്ടുള്ള സിനിമകളും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസൻ ഒരു ഇതിന് വന്നിരുന്നിട്ട് പിന്നെ ഒരു പ്രൊമോഷന്റെ കാര്യത്തിന് വന്നിരുന്നിട്ട് ആ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ആ ഒരു ചോദ്യത്തിന് വേണ്ടി ഭയങ്കര ദേഷ്യപ്പെട്ട് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതൊന്നും കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ അവൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളൊക്കെയാണ് അവൻ ചോദിച്ചത്. ധ്യാൻ ശ്രീനിവാസന്റെ സിനിമ പടക്കം പോലെ പൊട്ടുവാണല്ലോ, എന്നിട്ട് എന്തുണ്ടായി? ആ സിനിമ 8 നില പൊട്ടി. ആ ചോദിച്ച പയ്യനാണ് അവിടെ ഹീറോ ആയത്. ധ്യാൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാരും റിജക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് എനിക്ക് വരുന്നതെന്ന്. എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നത്. എന്നാ പിന്നെ അഭിനയിക്കാതിരുന്നാ പോരെ അതിനകത്ത്. എനിക്ക് തോന്നുന്നത് ഈ ധ്യാൻ ശ്രീനിവാസന് കമ്മിറ്റ്മെന്റ്സ് ഇല്ലെന്നുള്ളതാണ്. കാര്യം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ എല്ലാരും ഇട്ടിട്ട് പോകുന്ന സിനിമ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഏതൊരു മേഖലയാണെങ്കിലും അതിനകത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ പണ്ടത്തെ സിനിമകൾ കണ്ടില്ല, എന്ത് നല്ല ഇതാണ്. ഈ ലാലേട്ടൻ, പ്രിയദർശൻ അവരൊക്കെ ചെയ്യുന്ന പടം, ഒരുപാട് പഴയ പടങ്ങളുണ്ട്. എന്ത് നല്ല സിനിമയാണ്. ഇതുപോലെ വഴക്കോ വക്കാണോ ഒന്നുമില്ല, നല്ല രീതിയിലുള്ള സിനിമകളൊക്കെയാണ് ഇറങ്ങിയിരുന്നത്. ഇപ്പൊ നോക്കിയാൽ മൊത്തം കൂറപ്പടങ്ങളൊക്കെ ഇറങ്ങി. അപ്പൊ ആ പഴയ സിനിമയുടെ ക്വാളിറ്റി എന്ന് പറയുന്ന അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിലൊരു ഭയങ്കര ഒരു കൂട്ടുകെട്ടുമാണ്. അതുകൊണ്ടാണ് അവർ അടിപൊളിയായിട്ട് ആ സിനിമകളൊക്കെ ഓടിയത്. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.